ഹൈറിച്ച് എന്ന ഈ കമ്പനിയെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, അതിൽ നമുക്ക് എന്ത് പങ്ക് വഹിക്കാൻ കഴിയുമെന്നുള്ള ഓരോ ചിന്തകളിലുമാണ് നമ്മളെല്ലാവരും. അതിൻ്റെ പ്രതിഫലനമാണ് ഈ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ രാപകലില്ലാതെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ആശങ്കയിലാണ്, എല്ലാവരും ബുദ്ധിമുട്ടിലാണ്, സങ്കടത്തിലാണ്. എത്രയും പെട്ടെന്ന് അത് മാറിക്കിട്ടട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജിൽ വരുന്നത്. കാരണം 7 മാസത്തോളമായി നമ്മുടെ കമ്പനി ഫ്രീസ് ചെയ്യപ്പെട്ടിട്ട്. എന്തിനെ കമ്പനി ഫ്രീസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇന്നും വ്യക്തതയില്ല. കാരണം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഒരു തട്ടിപ്പ് കമ്പനിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്നവർക്ക് തന്നെ ഇതെന്ത് തട്ടിപ്പാണ് നടത്തിയതെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ മെമ്പർമാരായിട്ടുള്ള ആർക്കും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഇതൊരു തട്ടിപ്പ് കമ്പനിയാണെന്ന്. അപ്പോൾ പുറത്ത് നിൽക്കുന്ന കുറച്ച് തൽപര കക്ഷികൾക്കാണ് ഇത് ഹൈറിച്ച് തട്ടിപ്പ് കമ്പനിയാണ് എന്ന് തോന്നുന്നത്. അപ്പം അതിൻ്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. കാരണം രാഷ്ട്രീയ മേധാവിത്വവും മുതലാളിത്ത മേധാവിത്വവും അടക്കി വാഴുന്നൊരു നാടാണ് നമ്മുടെ കേരളം. കാരണം ഇവിടെ എല്ലാവർക്കും ഭരിക്കാനാണ് ഇഷ്ടം. കാരണം ഭരിക്കുന്നവനെപ്പം ഭരിക്കപ്പെടാൻ വേണ്ടി ഒരു ജനതയുണ്ടാവണം. അതേപോലെ മുതലാളിമാർക്ക് കോടാനുകോടി ആസ്തിയുള്ളവർക്ക് അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അവരുടെ ബിസിനസ്സുകളും അവരുടെ ചൂഷണങ്ങളും ഏറ്റുവാങ്ങാൻ ഇവിടെ ഒരു ജനത വേണം. അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇവർ രണ്ടുപേരും കൈകോർത്തപ്പോഴാണ് നമുക്ക് ഈ ഹൈറിച്ച് എന്ന ഈ ഒരു ഓൺലൈൻ ഷോപ്പിലേക്ക് ഇതുപോലൊരു ശത്രുക്കൾ ഉണ്ടായത്. കാരണം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന ഈ പ്രസ്ഥാനം ഒരു 10 വർഷം കൂടി ഇവിടെ നിലനിന്ന് പോയിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന കാരണം ഒരു 10 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക സ്ഥിതി വലിയൊരു തോതിൽ മാറിമറിയും. കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ മുതലാളിത്ത മേധാവിത്വവും രാഷ്ട്രീയ മേധാവിത്വവും നമ്മുടെ നാട്ടിൽ ഇല്ലാതാകുന്നൊരവസ്ഥ വരും. അപ്പം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവന് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവർക്കത് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അപ്പോൾ അവർ രണ്ടുപേരും കൈകോർത്തിൽ നിന്നുകൊണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവിതത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന ഒരു പ്ലാനിങ് ആണ് നമുക്കിന്ന് നമ്മുടെ ഹൈറിച്ചിൽ നിന്ന് ആ ഒരു പ്ലാനിങ് ഓപ്പറേഷനാണ് ഇന്ന് ഹൈറിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രധാൻ സാറിനെ കുറിച്ച് ഈ കമ്പനിയിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇന്നും ഒരു സംശയമോ ഇന്നും അദ്ദേഹത്തെക്കുറിച്ചൊരു പരാതിയോ ഇല്ല. കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിത മാർഗവും ഒരുപാട് ആൾക്കാരുടെ ജീവിതവും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതവുമായി മാറിക്കഴിഞ്ഞ ആ ഒരു കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ തലയിലുദിച്ച ആ ഒരു നല്ല ബുദ്ധിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ലോകം അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മഹാത്മാഗാന്ധി ജയിലിൽ കിടന്നിട്ടുണ്ട്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. അന്ന് ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ അദ്ദേഹം ചെയ്തതെല്ലാം തെറ്റായിരുന്നു. ഇതുതന്നെയാണ് അന്നത്തെ അവസ്ഥ. കാരണം മുതലാളിത്ത മേധാവിത്വം അതായിരുന്നു നമ്മളെ മഹാത്മാഗാന്ധി അടക്കം ജയിലിൽ കിടക്കാൻ അവസരമൊരുക്കിയത് അതുകൊണ്ട് തന്നെയാണ്. കാരണം മുതലാളിത്ത മേധാവിത്വം അവർക്ക് എപ്പോഴും അടക്കി ഭരിക്കാൻ നമ്മളെ വേണം. അതുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നത്. പക്ഷേ പിന്നീട് കാലം എവിടെ എത്തി നിർത്തി? കാലം ലോകം അദ്ദേഹത്തെ അംഗീകരിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു.
അതുപോലെ തന്നെയാണ് 25 വർഷം ഒരു ജീവിതകാലത്തിൻ്റെ 25 വർഷം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല, ദക്ഷിണാഫ്രിക്കയിലുണ്ടായിരുന്ന. പക്ഷേ അത് 25 വർഷം ജയിലിൽ കിടത്തിയിട്ടും നെൽസൺ മണ്ടേല ആരായി? ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയെ അംഗീകരിക്കാൻ വേണ്ടി, ലോകം അംഗീകരിക്കാൻ വേണ്ടി 25 വർഷം അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ സാധാരണ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ ഉദിച്ച് ആ നല്ല പ്രവർത്തനങ്ങളെ ഒരു രാജ്യത്തേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് ഒരു നാടിനെ മുഴുവൻ സാമ്പത്തികമായി ഭദ്രതയിലേക്ക് ഉയർത്താൻ ആ കഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിയെയാണ് ഇന്ന് ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പം ശരിക്കും നമ്മുടെ സമൂഹത്തോട് നോക്കി നമുക്കൊന്നേ പറയാനുള്ളൂ, ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയാണ് നമുക്കിന്ന്. കാരണം നമ്മളെല്ലാം ഹൈറിച്ചിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ ഒരു ഉന്മേഷം കിട്ടി. പക്ഷേ ഞാൻ ഹൈറിച്ചിൽ കയറി 2.5 മാസത്തിനുള്ളിൽ ഹൈറിച്ച് ഫ്രീസ് ചെയ്യപ്പെട്ടു. പക്ഷേ ആ 2.5 മാസം കൊണ്ട് തന്നെ ഹൈറിച്ച് എന്താണെന്നും ഹൈറിച്ച് എന്താകുമെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ ധൈര്യത്തിലാണ് വലിയൊരു എമൗണ്ട് ഞാൻ അതിൽ കൊടുത്തിട്ടും ഇന്നും ഒരു ടെൻഷനും ഇല്ലാണ്ട് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഹൈറിച്ച് തിരിച്ചു വരും. അത് സത്യത്തിൻ്റെ ഒരു കമ്പനിയാണ്, സത്യം മാത്രം ചെയ്യുന്നൊരു കമ്പനിയാണ്. അങ്ങനെയല്ലെങ്കിൽ ഇന്ന് ഈ 10 ഇതിൽ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ 15 ലക്ഷം 20 ലക്ഷത്തോളം ആൾക്കാർ കേരളത്തിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. 1,87,00,000 ഐഡികൾ ഉള്ള ഒരു കമ്പനി, ആ കമ്പനിയുടെ ഒരു MD ഇന്ന് അദ്ദേഹം ഒരു ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈ നിയമവ്യവസ്ഥകളെല്ലാം വെട്ടിച്ച് അദ്ദേഹത്തിന് ഈ രാജ്യം തന്നെ വിട്ടുപോകാൻ പറ്റുമായിരുന്നു. അതിനുള്ള സാമ്പത്തിക ആസ്തി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇന്നും ഈ കമ്പനിക്ക് വേണ്ടി അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ കഥകളും ഈ ലോകം എന്നേക്കും സ്മരിക്കുന്ന രീതിയിൽ കാത്തുവെക്കുന്നൊരവസ്ഥയിലേക്ക്, ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് അദ്ദേഹം ഓടിക്കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അദ്ദേഹത്തെ ഇപ്പം ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷവും 7 മാസക്കാലമായിട്ട് അദ്ദേഹം തൃശ്ശൂരിൽ തന്നെയുണ്ട്. നമ്മൾ ടെൻഷൻ അടിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തിയാൽ അദ്ദേഹം നമുക്ക് സന്തോഷം പകർന്നു തന്ന് വിടുന്ന ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, അത് ഒരു സാധാരണക്കാരന് കിട്ടുന്ന ഒരു സംഭവമല്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാനുള്ളൊരു കാര്യം, ഇത്ര ത്യാഗം അനുഭവിച്ചു, നമ്മളിപ്പോൾ കുറച്ച് പൈസ മുടക്കി, നമ്മൾ അതിൽ നിന്ന് തിരിച്ച് കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇത്രയും കാലം ഈ കമ്പനിയെ ഇത്ര നല്ല രീതിയിലേക്ക് എത്തിച്ച്, അതായത് മരണത്തിൻ്റെ വക്കിൽ നിന്ന് അദ്ദേഹം കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ആൾക്കാരെ വരെ എനിക്കറിയാം. ഇന്ന് അദ്ദേഹമൊക്കെ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നതായിട്ട് എനിക്കറിയാം. അദ്ദേഹമൊക്കെ ഇന്ന് രാപകലില്ലാണ്ട് ഈ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിതിൽ ഉച്ചരിക്കുന്നില്ല, കാരണം അദ്ദേഹം നേരിട്ട് നമ്മളോടൊരു മീറ്റിങ്ങിൽ പറഞ്ഞതാണ്. അപ്പം ഒരുപാട് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന, ഒരുപാട് ജനങ്ങളുടെ ജീവിതത്തെ നല്ലൊരു സ്വപ്നത്തിലേക്ക് പിടിച്ചുയർത്തിയ ഒരു കമ്പനിയുടെ MD ആണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത്. അത് തീർത്തും നിരാശാജനകമാണ്. കാരണം അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കോടതി നമുക്ക് പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല.